ബലാത്സംഗ കേസിൽ JDS നേതാവും മുൻ MP-യുമായ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് കോടതി. കർണാടക പ്രത്യേക കോടതിയുടേതാണ് വിധി. ശിക്ഷ നാളെ വിധിക്കും. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, അതിവേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ കേസാണ്. ഒന്നോ രണ്ടോ പരാതികളല്ല, പരാതികളേറെ പ്രജ്വൽ രേവണ്ണയ്ക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഏത് കേസിലാണ് ഇപ്പോൾ ഈ വിധി ഈ പറയുന്ന കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്? സുഹേലി, പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പീഡന പരാതികൾ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, പുറത്തു വന്ന നിരവധി വീഡിയോകൾ, ഞെട്ടിക്കുന്ന തെളിവുകളൊക്കെയും മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിധി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രജ്വൽ രേവണ്ണയുടെ ഫാം ഹൗസിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി നൽകിയ പരാതിയിലാണ്, ഇപ്പോൾ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് നിലവിൽ കേസിൽ വിധി വന്നിരിക്കുന്നത്. അത് പ്രജ്വൽ രേവണ്ണയെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് 14 ദിവസത്തിനുള്ളിൽ തന്നെ ഹിയറിംഗ് പൂർത്തിയാക്കി വാദങ്ങൾ കേട്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ 26 സാക്ഷികൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പല തെളിവുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അങ്ങനെ അത്തരത്തിൽ കേസ് പരിഗണിക്കവേ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. വികാരാധീനനായാണ് കോടതിയിൽ നിന്നും പ്രജ്വൽ രേവണ്ണ മടങ്ങിയത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്.